നമസ്കാരം. പതിരും കതിരും. കരടിപ്പനി, തലവെട്ടിപ്രാന്ത്, കൂകിയാർപ്പൻ തുടങ്ങിയ രോഗങ്ങളായിരുന്നു വിമോചന സമരകാലത്തൊക്കെ സഖാക്കളെ ബാധിച്ചിരുന്ന രോഗങ്ങൾ. കടല് കടന്നെത്തിയ മഹാവ്യാധികൾ വേറെയും. ഇന്നത്തെ സഖാക്കളെ ബാധിക്കുന്ന രോഗങ്ങളെല്ലാം മുതലാളിമാർക്കുള്ള രോഗങ്ങളാണ്. മുതലാളിമാർക്കുള്ള രോഗം തൊഴിലാളി നേതാക്കളെയാണ് കൂടുതലായി ബാധിച്ചിരിക്കുന്നത്. പ്രഷറും പ്രമേഹവുമാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വല്ലാതെ കയറിപ്പിടിച്ചിരിക്കുന്ന മഹാവ്യാധികൾ. ലാൽസലാം സിനിമയിലെ നെട്ടൂർ സ്റ്റീഫൻ ഒരുത്തനോട് പറയുന്നത്, പ്രഷറും ഷുഗറുമുള്ള മുതലാളിമാരെ മാത്രമേ നീയൊക്കെ കണ്ടിട്ടുള്ളൂ, ഒരടി മുന്നോട്ട് വെച്ചാൽ അടിച്ച് പല്ല് ഞാൻ കൊഴിക്കും എന്നാണ്. മേരിക്കുട്ടിക്ക് മരുന്ന് വാങ്ങാൻ കാശ് തേടി ചില്ലറ സൈക്കിളല്ല നെട്ടൂരാം മുതലാളി ചവിട്ടിയത്. കാറിൽ പോകുന്ന നേതാക്കൾക്ക് എവിടെയാണ് വിയർപ്പ് പൊടിയുന്നത്? അവരുടെ വിയർപ്പ് ഗ്രന്ഥികളെല്ലാം തന്നെ എന്നേ ദ്രവിച്ചു കഴിഞ്ഞു. മനുഷ്യസ്പർശമേൽക്കാതെ ജീവിക്കുന്നതാണ് തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് അവർക്കറിയാം. കാറിൽ കയറാതെയും ചെരുപ്പിടാതെയും നടന്ന പി കൃഷ്ണപിള്ളയെ പറ്റി പറഞ്ഞാൽ മുതലാളി സഖാക്കൾ ചോദിക്കും, ഏത് കൃഷ്ണപിള്ള എന്ന്. പറഞ്ഞു വരുന്നത് നമ്മുടെ എം എം മണിയുടെ കാര്യമാണ്. പാർട്ടി വല്ലാത്തൊരു പിറപ്പുകേടാണ് ആശാനോട് കാണിച്ചു കൂട്ടിയത്. ഉടുമ്പൻചോലയിൽ മണിക്ക് സീറ്റില്ല. മറ്റൊരു ഹിടുമ്പനെ തേടുകയാണിപ്പോൾ പാർട്ടി. ഈ പാർട്ടിക്ക് വേണ്ടി മണി ചെയ്തത് ചില്ലറ ത്യാഗങ്ങളൊന്നുമല്ല. 1, 2, 3 മുതൽ മറ്റേ പണി വരെ ഈ തെറിയാശാൻ ചെയ്തു കൂട്ടി. ഇതെല്ലാം പാർട്ടിക്ക് വേണ്ടിയായിരുന്നു. ആർക്കെല്ലാം മൂന്നാറിൽ വസ്തു അളന്നു തിരിച്ചു കൊടുത്തു, ആരെയെല്ലാം തെറി വിളിച്ചു, എന്തെല്ലാം തെമ്മാടിത്തരങ്ങൾ പറഞ്ഞു. അനിയനും ചേട്ടനും കൂടി ചില്ലറയല്ല കയ്യേറി സ്വന്തമാക്കിയത്. അങ്ങനെയുള്ള ആശാനെ എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കുമുള്ള സ്വല്പം ഷുഗർ കൂടിപ്പോയി. ചക്കരക്കൊല്ലിയുടെ ഇല കടിച്ചാൽ തീരുന്ന ഷുഗറേ ആശാനുള്ളൂ. ഉള്ളിലെ പാൻക്രിയാസ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതെ മറ്റേ പണിക്ക് പോയതുകൊണ്ടാണ് മണിക്ക് ഗതി വന്നത്. സ്വല്പം ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു വിപ്ലവകാരിയുടെ ജനസേവന തൽപരതയെ ഇങ്ങനെ പരിഹസിക്കരുത്. PBയിലെ അംഗങ്ങളുടെ എണ്ണത്തേക്കാൾ രോഗങ്ങളുണ്ട് പിണറായിക്ക്. പക്ഷേ ആരെങ്കിലും സീറ്റ് നിഷേധിച്ചോ? മണിക്ക് എന്തോ പ്രായമുണ്ടെന്നാ ഈ പാർട്ടി പറയുന്നത്. നാക്കുകൊണ്ട് നാട്ടുകാരെയും സതീശനെയും തെറി പറയുന്ന നേരം കൊണ്ട് കുഞ്ചിത്തണ്ണിയിലെ വീട്ടുപടിക്കൽ 4 നാഴിക നടന്നിരുന്നെങ്കിൽ ഈ ഷുഗറൊന്നും ഉണ്ടാകുമായിരുന്നില്ല. മണിയില്ലെങ്കിൽ നാട്ടുഭാഷയും പച്ചമലയാളവും നമ്മൾ എങ്ങനെ കേൾക്കും? മണിക്ക് രോഗമുണ്ടെന്ന് പാർട്ടിയാണ് കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യയശാസ്ത്രത്തിൽ നിന്നും മുക്തി നേടിയ പാർട്ടി ഇപ്പോൾ വൈദ്യശാസ്ത്രത്തിലാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. മണിയുടെ ഷുഗർ കണ്ടുപിടിച്ച അതേ പാർട്ടിയാണ് വീണയുടെ കഴുത്തുവേദനയും കണ്ടെത്തിയിട്ടുള്ളത്. രോഗവും പ്രായവുമാണല്ലോ ഒരാളെ അവഗണനയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ. പിണറായിയുടെ ശരീരരക്ഷ കണ്ടാൽ നമ്മൾ കൊതിച്ചു പോകും. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്ന പ്രമാണത്തിൽ വിശ്വസിക്കുന്നയാളാണ് അദ്ദേഹം. ജീവിത ലക്ഷ്യം നേടുന്നതിന് ധർമ്മമനുഷ്ഠിക്കുന്നതിനും ആദ്യം വേണ്ടത് രോഗമില്ലാത്ത ശരീരമാണെന്ന് സഖാവിനറിയാം. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് കടൽ കടന്ന് പോകുന്നതെന്ന്? പിണറായി സഖാവിൻ്റെ ശരീരപുഷ്ടിയെയും ആരോഗ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു ഈ പാർട്ടിയുടെ ആയുസ്. ആശാന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഹൈറേഞ്ച് ഇളകേണ്ടതാണ്. തിണ്ണയ്ക്ക് വെറുതെ കുത്തിയിരുന്ന് ആരെ ഇനി തെറി വിളിക്കും? പുള്ളിക്ക് കുഴൽനാടനെ തെറി വിളിക്കണം, സതീശനെ തെറി വിളിക്കണം, പിന്നെ കോൺഗ്രസ്സുകാരെ മൊത്തത്തിൽ തെറി വിളിക്കണം. സതീശനെ പോലെ വൃത്തികെട്ട ഒരുത്തൻ ഇല്ലെന്നാണല്ലോ മണി പറയുന്നത്. അയാൾ ഭയങ്കര അഹങ്കാരിയാണ്, കഴിവുകെട്ടവനാണ്. മണി ഇത്രയും കാലം വായിച്ചു കൂട്ടിയ പുസ്തകത്തിൻ്റെ പേര് കേട്ട സതീശൻ പോലും ഞെട്ടും. ആഴവും പരപ്പുമുള്ള അറിവാണ് മണിയുടെ സ്വത്ത്. എത്രയോ തലമുറകളുടെ മനസ്സിലേക്ക് അക്ഷരത്തിൻ്റെ പ്രകാശം പകർന്നു വെച്ച ആശാനാണെന്നോ. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? മഹാജ്ഞാനിയും കഴിവുമുള്ള മണി ഷുഗറും പിടിച്ച് വീട്ടിലിരിക്കുന്നു. അതോടെ പാർട്ടി തഴഞ്ഞു. മണി വീണ്ടും മത്സരിക്കുമെന്നും പിണറായി വിജയൻ്റെ 3.0യിൽ വിദ്യാഭ്യാസ മന്ത്രിയാകുമെന്നുമൊക്കെ നമ്മൾ വെറുതെ നനച്ചുപോയി. എന്തൊക്കെയായാലും മണിയോട് ഒരക്ഷരം പറയാതെയും ചോദിക്കാതെയുമാണ് പാർട്ടി പേര് വെട്ടിയത്. അങ്ങനെ നിന്ദിച്ചാൽ ഗുരുത്വദോഷം ഉണ്ടാകും സഖാക്കളെ. പണ്ട് VSനെ നിന്ദിച്ച നേതാക്കളുണ്ടല്ലോ, ഒരാണും ഒരു പെണ്ണും, രണ്ടും ഗതി പിടിച്ചിട്ടില്ല. മനുഷ്യരുടെ പരിഹാസമേറ്റ് നിത്യവും ദഹിച്ചു തീരാനാണ് വിധി. ആശാന്റെ വായിൽ നിന്നും വല്ല പിറപ്പുകേടും പുറത്തു ചാടും മുമ്പ് വിളിച്ചൊരു നല്ല വാക്ക് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.